Hi friends, Assalamualaikum. Welcome back to Thaslees kitchen. ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഒരു അടിപൊളി മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തസ്ലീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഒരു ഫുൾ ചിക്കനാണ് അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. 900 ഗ്രാം ചിക്കനാണ്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്തിട്ട് വെക്കാം. മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ആവശ്യമുള്ള സാധനം നോക്കാം. മാരിനേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, മന്തി മസാലയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് യോഗട്ട്, ഗാർലിക് ചില്ലി, ജിഞ്ചർ പേസ്റ്റ് ആണിത്, മന്തി സോസാണിത്, ഒരു ലെമണും ആണ് എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ മാരിനേഷൻ ചെയ്യാമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മന്തി മസാല, കാശ്മീരി ചില്ലിയാണ് എടുത്തത്, 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു കഷ്ണം ജിഞ്ചറും, ഒരു 4 അല്ലി ഗാർലിക്കും, 2 ചില്ലിയും ചോപ്പ് ചെയ്തതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മന്തി സോസാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണിത്. ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ചേർത്തതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ലെമണിന്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഇതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇതിന് മാരിനേഷൻ ചെയ്തെടുക്കാം. ചിക്കനില് നന്നായി ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മൾ മസാലയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഫില്ലാവുള്ളൂ. നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ്, ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് ചിക്കന്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനാണിത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒലിവ് ഓയിലാണ് നല്ലത്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാവർക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതിലെങ്ങനെ നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്യാൻ നോക്കാം. ഞാൻ ഇതിന്റെ ഇതുപോലത്തെ ഒരു വശത്തുള്ളത് അയച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്യുന്ന നോക്കാം. ഇതിന്റെ പിറകുവശത്ത് ഇതുപോലെയാണ്. ഇതിന് ഇതുപോലെ നമുക്ക് കുത്തി വെക്കാം. ഇനി ഇതിന്റെ അടുത്ത വശത്തുള്ളത് കൂടി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
തേങ്ങ ഇതിന്റെ ലെഗ്സ് കൂടി നമുക്ക് കെട്ടിവെച്ചു കൊടുക്കാം. ലെഗ്സ് നൂല് വെച്ച് കിട്ടണം. ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ ലെഗ്സ് ഇതുപോലെ കെട്ടി കൊടുക്കാം. $250 ടെമ്പറേച്ചറിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് വെച്ചത്. പിന്നെ 45 മിനിറ്റ് ആണ് ഈ ബേക്കിംഗ് ടൈം. ചിക്കന് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ്. ഇനി നമുക്കിതെങ്ങനെ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. 2 മീഡിയം സൈസ് ഓണിയൻ സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഒരു 2 ചില്ലിയും ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും 4 അല്ലി ഗാർലിക്കും ചോപ്പ് ചെയ്തതാണിത്. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട സ്പൈസസ് ആണിത്. ബ്ലാക്ക് ഗ്രേപ്സ്, ഒരു ലെമണ്, ഗരം മസാലന്റെ സ്പൈസസ് ആണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്. ഇതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ലെമണ് കൊടുക്കാം. കൈ ലെമൺ ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് സ്പൈസസും ക്യാരറ്റും അതുപോലെ ഗ്രേപ്സും വെള്ളിച്ചൊക്കെ കൊടുക്കാം. നന്നായി കഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായി കഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റൈസ് കൊടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെള്ളം വാർത്തിട്ടെടുക്കാം. നമുക്ക് 2 ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗാർലിക്കിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഓയിലിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ഗോൾഡൻ കളറായിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല
ഗോൾഡൻ കളറായി വരണം. അതുവരെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ആവശ്യമുള്ള സോസ് കൊടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആ പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. പച്ചമുളകൊക്കെ മാറി വന്നാൽ മാത്രം മതി. നമ്മൾ നേരത്തെ ചിക്കനെ മാരിനേഷൻ ചെയ്ത മസാലയാണിത്. ആ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഇതിൽ യൂസ് ചെയ്യില്ല. നമ്മൾ മാരിനേഷന് ഉപയോഗിച്ച അതേ മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് നല്ല ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത റെസിപ്പിയാണിത്. ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രേയിലുണ്ടായ സോസാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് യെല്ലോ കളർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം. റൈസൊക്കെ കുക്കായതുകൊണ്ട് കുക്കാണ്ട ആവശ്യമില്ല. ആ മസാലയും റൈസുമായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് മതി. ഗ്രില്ല് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ എടുക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സെറ്റ് ചെയ്യാം. ഇതുപോലെ ചെറിയ പീസ് ചാർക്കോൾ വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചിട്ട് ഇതിലേക്ക് ഒരുപോലെ ഒഴിച്ചെടുത്താണ്. അതാ ഇത്ര നല്ല സ്മോക്ക് വരുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മന്തി റൈസ് വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.